ഒരിക്കൽ നാരായണഗുരുവിന്റെ ആശ്രമത്തിലേക്ക് തലയെടുപ്പുള്ള ഒരു അതിഥി കടന്നുവന്നു. കാഷായ വസ്ത്രവും ഗാംഭീര്യമുള്ള ഭാവവുമൊക്കെയുള്ള ഒരാൾ. ഗുരുവിന്റെ മുന്നിലെത്തിയ പാടെ അയാൾ അല്പം അഹങ്കാരത്തോടെ തന്നെ പരിചയപ്പെടുത്തി. ഗുരുദേവാ, ഞാൻ ഒരു തികഞ്ഞ ബ്രഹ്മചാരിയാണ്. ലൗകിക മോഹങ്ങളൊക്കെ വെടിഞ്ഞ് പൂർണ്ണമായി ബ്രഹ്മചര്യവ്രതമനുഷ്ഠിക്കുന്ന ഒരാൾ. അയാളുടെ വാക്കുകളിലെ ആത്മപ്രശംസയും അഹങ്കാരവും കേട്ടിട്ടും ഗുരു ഒന്നും മിണ്ടിയില്ല. പതിവുപോലെ ശാന്തമായ ഒരു പുഞ്ചിരിയോടെ ഗുരു അയാളെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തു. തുടർന്ന് 3 ദിവസങ്ങൾ അയാൾ ആശ്രമത്തിൽ കഴിഞ്ഞു. അവിടെയുള്ള സൗകര്യങ്ങൾ ആസ്വദിച്ചും താൻ എത്രമാത്രം വലിയൊരു സാധകനാണെന്ന് മറ്റുള്ളവരോട് സംസാരിച്ചും അയാൾ ദിവസങ്ങൾ തള്ളിനീക്കി. 4-ാം ദിവസം രാവിലെ യാത്രയാകാൻ സമയമായപ്പോൾ അയാൾ ഗുരുവിന്റെ സന്നിധിയിലെത്തി വണങ്ങി. ഗുരുദേവാ, അടിയനിറങ്ങുകയാണ്. ആശ്രമത്തിലെ താമസം വളരെ നന്നായിരുന്നു. ഇനി യാത്ര തുടരേണ്ടതുണ്ട്, അനുഗ്രഹിക്കണം. ഗുരു തലയാട്ടി. അയാൾ തന്റെ വടിയും സഞ്ചിയുമൊക്കെ എടുത്ത് നടക്കാനൊരുങ്ങി. പെട്ടെന്ന് ഗുരു അയാളെ നോക്കി വളരെ സൗമ്യമായി എന്നാൽ അർത്ഥഗർഭമായ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, പോകുമ്പോൾ ചാരിവച്ചിരിക്കുന്ന ബ്രഹ്മം കൂടി എടുക്കാൻ മറക്കണ്ട. യഥാർത്ഥ ആത്മീയത എന്നത് വേഷത്തിലോ വാക്കുകളിലോ അല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത് എന്ന് ഗുരു ഈ ഒരൊറ്റ വാക്കിലൂടെ ആ മനുഷ്യനെയും ചുറ്റുമുള്ളവരെയും പഠിപ്പിച്ചു.